ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. നിങ്ങൾക്കിപ്പോൾ സമാധാനം ആശംസിച്ചത് ഹൃദയപൂർവ്വം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളോട് സമാധാനം എന്ന് പറയുകയും സമാധാനമില്ലാത്ത ഒരാളായി ഞാനിരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് എൻ്റെ സമാധാന ആശംസ നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറുക? നമ്മൾ സമാധാനം എന്ന് സാധാരണ പറയുന്നത് നമുക്കെതിരെ ഒന്നുമില്ലാതിരിക്കുക, പ്രക്ഷുബ്ധതയൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതും ദൈവിക സമാധാനത്തിൽ നാം ജീവിക്കേണ്ടതും ആത്മഫലങ്ങളിൽ അടിയുറയ്ക്കുമ്പോഴാണ്. പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണല്ലോ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പന്തക്കുസ്ത ദിനം വീണ്ടും പരിശുദ്ധാത്മാവ് വരുമെന്നിടയ്ക്കാണ്. നമ്മുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. പരിശുദ്ധാത്മാവെ തീനാവായിട്ട് വരണേന്ന്, ഇനിയും വന്നേ മതിയാകും. മെത്രാന്റെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിൽ സ്ഥിരപ്പെട്ടവരാണ് നമ്മൾ. കൗതാശികമായ വരപ്രസാദത്തിനകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാകണം, ആകാശത്ത് നിന്ന് തീനാവ് ഇറങ്ങി വരണം, അത് തലയിൽ വന്ന് നിറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ നമുക്കൊരു കരുത്തുണ്ടാകണം. വാസ്തവത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയും ഈ ദൈവാത്മാവിനാൽ നിവേശിതരാണ് നമ്മളെന്ന ബോധ്യമില്ലാതെയും വീണ്ടും പരിതാപത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്നതിന്റെ അടയാളങ്ങളാണ് ഇത്തരം പ്രാർത്ഥനകൾ. പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നാടുകളായതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്നത്. ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് എല്ലാവർക്കും താല്പര്യമുണ്ട്, ആത്മവരങ്ങളുള്ളവരെക്കുറിച്ചും താല്പര്യമുണ്ട്. പക്ഷേ ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും വേണ്ട വിധം നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്ക് വരങ്ങൾ ഏറെ ഉണ്ടായാലും വിവരമില്ലെങ്കിൽ, വിവരം എന്ന് പറയുന്നത് പുസ്തകം വായിച്ചുള്ള അറിവിനെ കുറിച്ചല്ല കേട്ടോ. വിവരം എന്ന് വെച്ചാൽ അവരെന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ വിവരം അതാണ്. യേശു തന്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 15:17 അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ പരസ്പര സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ എൻ്റെ പിതാവിന്റെ മക്കളാണെന്നറിയും. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക്, യേശുവിലാണെന്ന് പറയുന്നവർക്ക് അടിസ്ഥാന ഗുണമായി ഉണ്ടാകേണ്ട ഒന്നാണ് ആത്മഫലങ്ങളിൽ പ്രധാനപ്പെട്ടതായ സ്നേഹം. സ്നേഹത്തെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. നമ്മുടെ സ്നേഹബന്ധങ്ങളെ കാണുന്നത് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നു, ഇതാണ് പരസ്പര സ്നേഹം എന്നാണ്. പരസ്പര സ്നേഹം എന്ന് വെച്ചാൽ പാരസ്പര്യം, മൈത്രിയിലുള്ളൊരു ബന്ധമാണ്. ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരോടും ഹൃദയപൂർവകമായ ഒരു ബന്ധം പുലർത്താൻ കഴിയുക, കാലുഷ്യമില്ലാതിരിക്കുക, നിഷ്കളങ്ക സ്നേഹം. ആ നിഷ്കളങ്ക സ്നേഹത്തെ മനസ്സിലാക്കണം. സ്നേഹത്തിലെ കളങ്കം എന്താണ്? നമ്മുടെ സ്നേഹം കളങ്കമുള്ളതാണോ, കളങ്കമില്ലാത്തതാണോ, ആത്മഫലത്തിൽ നിന്നാണോ, അഥവാ കേവലം മാനുഷികമായ ഇച്ഛയാണോ നമ്മുടെ സ്നേഹത്തിന്റെ പിന്നിലുള്ളത്? നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും. വ്യക്തിപരമായ ഒരു ആലോചനയിൽ നമുക്ക് തന്നെ കണ്ടെത്താവുന്ന ഒരു കാര്യമാണത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹം തിരികെ പ്രതീക്ഷിക്കുന്നു. ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോഴും, മക്കളെ സ്നേഹിക്കുമ്പോഴും, സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴും, അയൽവാസിയെ സ്നേഹിക്കുമ്പോഴും ഒക്കെ നാം കരുതുന്നത് നമ്മെ സ്നേഹിക്കണമെന്നാണ്. നിങ്ങൾ പറയണേ കേട്ടിട്ടില്ലേ, അയാൾ എന്ത് സ്നേഹമുള്ള മനുഷ്യനാ. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോടൊരു താല്പര്യം കാണിച്ചു, അതിൽ നിന്നുണ്ടായ സ്നേഹമാണ്. അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സ്നേഹത്തിലെ കളങ്കം വന്നത് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയാണ്. പരിശുദ്ധാത്മ സ്നേഹം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ എന്ത് നൽകും എന്നുള്ളതല്ല, എന്നെ ക്രിസ്തു സ്നേഹിച്ചു എന്നതുകൊണ്ടുണ്ടാകുന്ന സ്നേഹമാണ്. യേശു എനിക്ക് വേണ്ടി കുരിശി മരിച്ചു, സ്വയം എനിക്ക് വേണ്ടി അർപ്പിക്കാൻ മനസ്സ് കാണിച്ച, എന്റെ കുറവുകൾ ഏതും ഏറ്റെടുത്ത ഒരാൾ എന്നിൽ പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ അയാൾ എന്നെ സ്നേഹിച്ചത് ഞാൻ അനുഭവിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയില്ലേ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ സ്നേഹം എങ്ങനെയാണ് നിർബന്ധിക്കുന്നത്? അവൻ കുരിശിൽ മരിച്ചു എനിക്ക് വേണ്ടി. എന്റെ കുറവുകൾ ഏതും പരിഗണിക്കാത്ത ഒരാളെ ക്രിസ്തുവിൽ ഞാൻ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവത്തിന്റെ പേരാണ് സ്നേഹം. മാനുഷികമായ സ്നേഹം എന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന വ്യാപാര ബന്ധമാണ്. അത് കേവലം വ്യാപാരമാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മൾ തന്നെ സാധാരണഗതിയിൽ പലതരം വിഭജനങ്ങൾ കൊണ്ടുവന്നിട്ട് പറയൂലേ, അത് നമ്മുടെ ആളുടെ കടയാണ്, അത് നമ്മുടെ ആളുടെ സ്ഥാപനമാണ്, അവൻ നമ്മുടെ സ്നേഹിതനാണ്. ആരാണ് ഇയാൾ? നിന്നെ പോലെ നിന്റെ ഇഷ്ടങ്ങൾക്കകത്ത് ജീവിക്കുന്ന, നിന്റെ സമാന ആശയമുള്ള ഒരാളെ നിനക്ക് അംഗീകരിക്കാൻ കഴിയും. നിന്റെ ആശയങ്ങൾ ഏതുമില്ലാത്ത ഒരാളെ നിനക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയുന്നില്ല. സ്നേഹിതരെന്ന് ആരെ വിളിക്കണം? യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹിതനെന്ന് വിളിക്കുന്നത് ഒറ്റുകാരനെയാണ്. 12 സ്നേഹിതന്മാരിൽ ഒരാളെയും ക്രിസ്തു സ്നേഹിത എന്ന് വിളിച്ചില്ല. വിളിക്കുന്നത് ഒറ്റുകാരനെയാണ്. ഒറ്റുന്ന നേരത്താണ് സ്നേഹിത ചുംബനം കൊണ്ടോ നീ എന്നെ ഒറ്റുകൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിവുള്ള ദൈവവചനത്തിന്റെ സൂക്ഷ്മമായ ഒരു വാളാണ് യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്, സ്നേഹിത. ആ വിളിക്കകത്ത് ഇങ്ങനെ ഒരു കാര്യം പതിയിരിപ്പുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നില്ല.
നമ്മൾ ഈ ലോകത്ത് സ്നേഹം നിറയണമെന്നും സാഹോദര്യം ഉണ്ടാകണമെന്നും മൈത്രി ഉണ്ടാകണമെന്നൊക്കെ പറയുമ്പോൾ സ്നേഹത്തിന്റെ അടിസ്ഥാന ഭാവമായി നമ്മിൽ ഉണ്ടാകേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. നമ്മുടെ ആശയം പറയാത്തവർ നമുക്കെതിരായി മാറുന്നു, ശത്രുക്കളായി മാറുന്നു, പ്രതിദ്വന്ദ്വികളായിട്ട് മാറുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ മറുപടി പറയുമ്പോൾ എല്ലാ ചോദ്യങ്ങളെയും അഡ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്ത് പറയുന്നുണ്ട്, അത് നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, എല്ലാത്തിനും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരെയും പരിഗണിക്കണം, ഒരാളെയും ഒഴിവാക്കരുത്. ആരെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? ഈ ലോകത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് ഓരോരുത്തരും. നമ്മെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും അടക്കം ഈ ലോകത്തുള്ള സകലരും ക്രിസ്തുവാൽ നിയോഗിക്കപ്പെട്ടവരാണ്. അവരാ നിയോഗം അറിയുന്നില്ല. അവരുടെ അകത്തുള്ള യേശുവിനെ അവരറിയുന്നില്ല. അവരുടെ അകത്തുള്ള യേശുവിനെ അവരറിയാത്തതിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ ചികിത്സ ക്രിസ്തുവിലുള്ള സ്നേഹം മാത്രമാണ്. നമ്മെ തള്ളിക്കളയുന്നവരെ നാം തള്ളിക്കളയുമ്പോൾ ഇവിടെ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാവും. നിങ്ങൾ കാണുന്ന ലോകയുദ്ധങ്ങൾ, ആയുധവർഷങ്ങൾ, അവയൊന്നുമല്ല യുദ്ധത്തിനടിസ്ഥാനം. എനിക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മറ്റുള്ളവരിൽ ക്രിസ്തുവിന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. അപരത്വത്തെ മാനിക്കാൻ കഴിയാതെ പോകുന്നതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുതയുടെ കൊടിയ വിഷം വിദ്വേഷം. വിദ്വേഷത്തിന് വേരുകൾ വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, വിദ്വേഷം മൂലം ദൈവകൃപ നഷ്ടമാകുന്നു. കൃപ എന്നാൽ ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങുന്നതാണ്. ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്നത് വിദ്വേഷമാണ്. ആ വികാരമാകട്ടെ 11 വികാരങ്ങളിൽ എതിരില്ലാത്ത വികാരമാണ്. വിദ്വേഷത്തിനെതിരായിട്ട് ഒരു വികാരമില്ല. സ്നേഹത്തിനെതിരായിട്ട് പറയുമ്പോൾ അവിടെ നമുക്ക് വെറുപ്പിനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. സ്നേഹമില്ലായ്മയല്ല വെറുപ്പ്. സ്നേഹമില്ലായ്മ മരണമാണ്, നിർജീവാവസ്ഥയാണ്. ആ സ്നേഹമില്ലായ്മ വാസ്തവത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് വിദ്വേഷത്തിന്റെ മുനമ്പിലാണ്. നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ലോകത്തോട് മുഴുവൻ വിദ്വേഷമുണ്ടാകുന്നു. ലോകത്തെ മനുഷ്യരോട് വിദ്വേഷമുണ്ടാകുന്നു, സാഹചര്യങ്ങളോട് വിദ്വേഷമുണ്ടാകുന്നു, ഹൃദയം പ്രക്ഷുബ്ധമാകുന്നു. ദൈവിക സമാധാനം അനുഭവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ശത്രു നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന ആരെക്കുറിച്ചായിരിക്കും? ആ ശത്രുവിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ അവഗണിക്കപ്പെടും. നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയില്ല. കാരണം നിങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുന്നത് ശത്രുവിന്റെ മുഖമാണ്. ആ ശത്രു നിങ്ങൾക്കെതിരായി ചെയ്ത പ്രവൃത്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഭരിക്കുന്നതായിട്ട് വരിക. മുറിവേൽപ്പിക്കപ്പെട്ടവർ എല്ലാവരും ആ മുറിവേൽപ്പിച്ചവനിലേക്ക് നോക്കും. ക്രിസ്തുവാകട്ടെ തന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നവന്റെ കണ്ണിലേക്ക് ജീവജലം ഒഴുക്കുന്നു, അവനെ അന്ധതയിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആ കുന്തം കൊണ്ട് കുത്തിയ പടയാളിയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്നോളം അന്ധനായിരിക്കുന്ന ഒരാൾ, കണ്ണു കാണാത്ത ഒരാൾ, യേശുവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്നതിന് ശേഷം അയാൾ അനുഭവിക്കുന്ന അന്തർസംഘർഷം, സ്നേഹം അയാളുടെ മേൽ നടത്തുന്ന യുദ്ധം നിങ്ങൾക്കറിയാമോ? എവിടെയാണ് നമുക്ക് ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടാകുക? ഞാൻ അവനെ ദ്രോഹിച്ചു എന്നതിൽ നിന്നാണ്. അനുതാപം സ്നേഹം ജനിപ്പിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ക്രിസ്തുവിനോടുണ്ടായ സ്നേഹത്തിന്റെ അടിസ്ഥാന കാരണം ഞാൻ അവനെതിരായിരുന്നിട്ടും, അവനെ മുറിവേൽപ്പിച്ചിട്ടും, അവനെതിരെ പ്രവർത്തിച്ചിട്ടും, അവനെ പ്രതി ഈ ലോകത്തെല്ലാവരെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ട ഞാൻ അവനോട് കാട്ടിയ നിന്ദാപൂർവകമായ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിക്കുന്നത്. എനിക്ക് കഴിയുന്നില്ലല്ലോ, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്റെ സ്നേഹം വരേണ്ടതാണല്ലോ, ലഹരിയില്ലാത്തതാണല്ലോ, അവരനെ ഉണർത്താൻ കഴിയാത്തതാണല്ലോ എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം എനിക്ക് മനസ്സിലാകുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ, ജീവിത സമർപ്പണം വഴി ക്രിസ്തു സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ അടയാളമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് കുരിശുമരാണ്. കുരിശിൽ സ്വയം മുറിവേറ്റ് അവരനു വേണ്ടി സ്വന്തം ജീവിതത്തെ അവിടെ നിന്ന് വ്യയം ചെയ്യുമ്പോൾ അതിലൂടെ പ്രകാശിതമായ സ്നേഹമാണ് എന്നെ ഭരിക്കാനിടയായത്. ആ സ്നേഹമാണ് എൻ്റെ തെറ്റുകളെക്കുറിച്ച് എന്നെ ഓർപ്പിച്ചത്. നമ്മൾ എങ്ങനെയാണ് തെറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് ഇത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക. ആശയപരമായ സംവാദത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും അല്ലട്ടോ ഞാൻ പറയുന്നത്. ആശയപരമായ വൈരുദ്ധ്യമുള്ളവ സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ അസഹിഷ്ണുത വേണ്ട.
ഒരാളോടും. നമുക്ക് രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ എതിരഭിപ്രായം പറയുന്ന ആളോട് നമുക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്. പലപ്പോഴും വീഡിയോയുടെ കമന്റുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ അസഹിഷ്ണുതയാണ്. എന്തെല്ലാമാണ് പറയുന്നതെന്ന് പറയുന്നവർ പോലും ഓർക്കുന്നില്ല. അവർ രണ്ടാമത് അതെടുത്ത് ഒരുപക്ഷെ വായിച്ചിരുന്നെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയേനെ. നമുക്ക് ഒട്ടുമേ പരിചയമില്ലാത്ത ആളുകളോട് പോലും നമ്മൾ ശത്രുത പ്രഖ്യാപിക്കുന്നു. ആശയപരമാണെന്നാണ് നമ്മുടെ ധാരണ. വാസ്തവത്തിൽ ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുകയല്ല, ആശയത്തെ ആശയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് വേണ്ടത്. രണ്ടാശയങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ആശയ വൈരുദ്ധ്യം മനസ്സിലാകുക, ആശയങ്ങളുടെ ഉയർച്ച താഴ്ചകൾ മനസ്സിലാകുക. അവിടെ യഥാർത്ഥത്തിൽ പ്രകാശിതമാകേണ്ട ആശയം മുൻകൈ നേടും, മേൽക്കൈ നേടും. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. സ്നേഹം പരസ്നേഹത്തിൽ ഊന്നിയതാകണം. ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം വെളിപ്പെടേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. പന്തക്കുസ്തയിൽ വരദാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആത്മാവിനെ വീണ്ടും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. ദൈവം അളന്നല്ല തന്റെ ആത്മാവിനെ വർഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ആത്മാവേ വരൂ, ആത്മാവേ വരൂ എന്ന്. അകത്തുള്ള ആത്മാവിനെ ഇതുവരെ പരിഗണിച്ചിട്ടേ ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാമോദീസ വഴി 12 ഫലങ്ങൾ നൽകി. ഈ 12 ഫലങ്ങളോട് എങ്ങനെയാണ് പ്രതിഫലിച്ചത്? ആ 12 ഫലങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന പരിശോധന ഉണ്ടായിട്ടുണ്ടോ? 10 കൽപ്പനയെ നമ്മൾ പരിശോധിക്കും. കൽപ്പനകളിൽ നമുക്കുണ്ടാകുന്ന ഇടർച്ചകളെ കുറിച്ച് പരിശോധിക്കും. നമ്മൾ ദൈവവചനം അടിസ്ഥാനമാക്കി ജീവിക്കണമെന്ന് വാശി പിടിക്കും. ആ വചനത്തിന് വിരുദ്ധമായിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആത്മാവിന്റെ ഫലങ്ങളിലാണോ നാം നിലകൊള്ളുന്നത്? മാമോദീസ വഴി നൽകപ്പെട്ട ആത്മാവാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് നിങ്ങൾ. ഒരു കുറവും അക്കാര്യത്തിലില്ല. ഒരാൾക്കും ഭേദമില്ല. നിങ്ങൾ ജീവിക്കുന്നത് പാപിയായിട്ടോ, നിങ്ങൾ ജീവിക്കുന്നത് ദൈവനിഷേധിയായിട്ടോ, നിങ്ങൾ ജീവിക്കുന്നത് ഏത് തുറയിലാകട്ടെ, ഏത് തരത്തിലാകട്ടെ, നിങ്ങൾ ആരായിരിക്കുമ്പോഴും മാമോദീസ വഴി നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫലങ്ങളുള്ള ആത്മാവാണ്. ആ ആത്മഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ? വ്യക്തിപരമായി നാം പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് ഞാനും നിങ്ങളൊന്നും ഇടയ്ക്കുള്ള സംഭാഷണമല്ല കേട്ടോ. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നിരന്തരം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നിങ്ങനെ 12 ഫലങ്ങളെ കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഈ ആത്മഫലങ്ങളിൽ വേരൂന്നിയാണോ, ഫലം പുറപ്പെടുവിച്ചാണോ നമ്മൾ ജീവിക്കുക. പരിശുദ്ധമ്മയെ കുറിച്ചൊക്കെ പറയുമല്ലോ, 12 നക്ഷത്രങ്ങളുള്ള കിരീടം ചൂടിയവൾ. ഈ 12 നക്ഷത്രം ഏതാ? 12 ആത്മഫലങ്ങളാണ്. 12 ആത്മഫലങ്ങൾ നമ്മിൽ ചൂടി നിൽക്കേണ്ടതാണ്, ഫലം ചൂടി നിൽക്കേണ്ടതാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയും. അങ്ങനെയല്ലേ വിശുദ്ധ ലൂക്കാ സുവിശേഷം പറയണേ 6-ാം അധ്യായത്തിൽ? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയും. നമ്മുടെ ജീവിത പ്രവൃത്തികളിലൂടെ ഒരു ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് നമ്മൾ ഈ ലോകത്ത്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങളോട് എങ്ങനെ മറ്റുള്ളവർ പ്രതികരിക്കുന്നു, നിങ്ങളോട് എങ്ങനെ മറ്റുള്ളവർ സ്നേഹം പുലർത്തുന്നു, നിങ്ങളെ എങ്ങനെ ദ്വേഷിക്കുന്നു എന്നതൊന്നുമല്ല അടിസ്ഥാനം നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിലാണോ? ആത്മഫലങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും വീഴ്ചയുള്ള മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയണേ. വലിയ കാര്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരാൻ വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ. ഞാൻ തന്നെ പണ്ട് പാട്ടൊക്കെ എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവേ തീമഴ പെയ്യണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാട്ട് എഴുതി. എനിക്കിപ്പോ പാട്ട് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്, ശരി, ഞാൻ ആ പാടിയത് ശരിയായോ? കാരണം ഈ അഗ്നി അകത്തിരിക്കുകയാണ്, ഈ വിളക്കകത്തിരിക്കുകയാണ്. ആ വിളക്ക് പ്രകാശിക്കാതിരിക്കാൻ പരമാവധി ജീവിത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ പുറമേന്ന് വീണ്ടും ഒരു അഗ്നി പ്രതീക്ഷിക്കുകയാണ്. ഇനിയും വരേണ്ടതുണ്ടോ ഒരു പരിശുദ്ധാത്മാവ്? നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ, നമ്മുടെ അകത്ത് ദൈവം നിവേശിപ്പിച്ച പരിശുദ്ധാത്മാവിനെ കരുതാതെ, ആ ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയപ്പെടും വിധം ജീവിക്കാൻ കഴിയാതെ, മനസാക്ഷിയിൽ കളങ്കെതിരായി, മനസ്സ് ഇരുളടഞ്ഞതായി ആ പ്രകാശം അടച്ചു വെക്കുന്ന ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നാം വീണ്ടും ഒരു പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും വ്യർത്ഥമാണ്. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. പന്തക്കുസ്തായിൽ ഒരു പുതിയ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് പന്തക്കുസ്തായിൽ ലോകം മുഴുവനിലേക്കും ദൈവം തന്റെ ആത്മാവിനെ വർഷിച്ചു. സഭയെ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ പരിശുദ്ധാത്മാവിൽ ശിഷ്യന്മാർ ആത്മാവിനാൽ നിറഞ്ഞു. ശിഷ്യന്മാരുടെ ജീവിതത്തിനുണ്ടാകുന്ന പരിവർത്തനം നമ്മൾ ആലോചിക്കണം. ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ, സ്വന്തം താല്പര്യങ്ങളിൽ മുഴുകിയിരുന്ന ശിഷ്യന്മാർ, തിബേരിയസ് കടപ്പുറത്തേക്ക് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ, എമ്മാവൂസിലേക്ക് ഒളിച്ചോടിയ ശിഷ്യന്മാർ, അവർ സ്നേഹത്താൽ എരിയുന്നവരായിട്ട് മാറി. അങ്ങനെ സ്നേഹത്താൽ എരിയുന്നവരായി മാറിയപ്പോ ക്രിസ്തുവിന്റെ വലത്തും ഇടത്തും തങ്ങൾക്കിടം വേണമെന്ന് ആഗ്രഹിച്ച യാക്കോബ്
ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറി. യാക്കോബ് വാളിനിരയാകുന്നത് ക്രിസ്തു സ്നേഹം ഉള്ളിൽ ജ്വലിച്ചപ്പോഴാണ്. ക്രിസ്തു സ്നേഹം ഉള്ളിൽ ജ്വലിച്ചപ്പോഴാണ് കുരിശുദ്ധത്തിന് പോയ ഫ്രാൻസിസ് അസീസി വഴിയിൽ വെച്ച് യജമാനനെയാണ് സേവിക്കേണ്ടത്, സ്നേഹത്തിലാണ് വ്യാപരിക്കേണ്ടത്, അതുകൊണ്ട് എല്ലാവരും സഹോദരർ, സമസ്തവും സഹോദരർ. യുദ്ധത്തിന് പോയതാ? ആടുകളൊക്കെ ഒന്ന് മാടമ്പിയാകാൻ പോയതാ? അങ്ങനെ പോയൊരാൾ, പ്രഭുകുമാരനായിരുന്ന ഒരാൾ തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ തിരികെ നടക്കുകയാണ്. തിരികെ നടക്കുമ്പോൾ അവനവനെ പരിപൂർണമായി ഉപേക്ഷിക്കാൻ, ജീവിതത്തിൽ അവനവന്റേതെന്ന് കരുതുന്ന സമ്പൂർണത ഉപേക്ഷിച്ചിട്ട് കേവലം നഗ്നനായി കിടന്ന് മരിക്കുകയാണ് അവസാനം. ഒന്നും സ്വന്തമല്ലാത്ത ലോകത്ത് എല്ലാം സ്വന്തമാക്കുന്നവരായി നമ്മളെ മാറ്റുന്നത് ക്രിസ്തു സ്നേഹമാണെന്ന തിരിച്ചറിവ് അസീസിയെ വിശുദ്ധനാക്കി മാറ്റുന്നു. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമാണ് നമ്മൾ ഈ സ്നേഹത്തിന് മൂല്യം കൊടുക്കുന്നത്. ഏത് തരത്തിലാണ് സ്നേഹത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കുന്നത്? ഉത്തമമായ സ്നേഹത്തിന്റെ അടിസ്ഥാന ഭാവം സ്വയം നിഷേധമാണ്. ആ സ്വയം നിഷേധമാണ് ക്രിസ്തു ജീവിതം കൊണ്ട് വരച്ചു കാട്ടുന്നത്. ഇത് നമ്മുടെ പുതിയ സിദ്ധാന്തമല്ല. ലോകത്തിന്റെ സിദ്ധാന്തം എങ്ങനെയാണ്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ സ്നേഹിക്കാത്തവരെ വിട്ടുകളയണം. ടോക്സിക് നേച്ചറായ, അങ്ങനെയല്ലേ നമ്മൾ പറയാ, ടോക്സിക് നേച്ചറായ ആളുകളെന്ന് അടുപ്പിക്കരുത്. കാരണം അവർ നിങ്ങളെ കൊന്നു തിന്നും. എവിടെയാണ് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നത്? എനിക്ക് നിങ്ങൾക്കും ഭയം ഉണ്ടാകുന്നത് നമുക്ക് നമ്മിൽ തന്നെ താല്പര്യം ഉണ്ടാകുമ്പോഴാണ്. നമ്മിൽ തന്നെ താല്പര്യം ഉപേക്ഷിക്കുന്നതിന്റെ പേരാണ് സ്നേഹം. നിങ്ങൾ അപമാനിക്കുന്നവരെ, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ, നിങ്ങൾ എതിർക്കുന്നവരെ സഹോദരനായി സഹോദരിയായി തിരിച്ചറിയാൻ ഹൃദയത്തിന് ബലമുണ്ടാകുന്നതിന്റെ പേരാണ് സ്നേഹം. ആ സ്നേഹം കുരിശിൽ കാട്ടിത്തന്നയാളാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മോട് പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, സഹോദര തുല്യം സ്നേഹിക്കുവിൻ. ഈ സഹോദര തുല്യം എന്ന് വെച്ചാൽ എന്താ? ഒരു പിതാവിന്റെ മക്കളാണ് നമ്മളന്ന് ബോധ്യപ്പെടണം. പലപ്പോഴും നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനൊരു ദൈവത്തിന്റെ ആവശ്യമില്ലെന്നാണ്. ഇങ്ങനത്തെ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലാണ്ടായിട്ട് മാറുമ്പോൾ നമ്മൾ ഇരുകാലികളായി മാറും, പ്രതിഭാസമായി മാറും, വെറും ബയോളജിക്കൽ ക്രീച്ചറായി മാറും. നമ്മൾ ബയോളജിക്കൽ ക്രീച്ചർ അല്ല, നമ്മൾ ഉന്നതനായ ദൈവത്തിന്റെ മകനും മകളുമാണെന്ന് പറയുമ്പോൾ സമസ്തത്തെയും സാഹോദര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. സാഹോദര്യഭാവന ഉയരുന്ന അവിടെ നിന്നാണ്. അവരെന്നെ സഹോദരനായി കാണാൻ കഴിയാത്ത മതദർശനങ്ങൾ, വിഭജന യുക്തികൾ കൊണ്ട് നിലനിൽക്കുന്ന മതസ്ഥാപനങ്ങൾ, മറ്റുള്ളവരെ വേർതിരിച്ച് കണ്ടുകൊണ്ട് എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദി അതർ, അപരത്വത്തെ നിഷേധിക്കുന്ന ലോകഭാവനകൾ, അവയൊക്കെ പുരോഗമിക്കുന്ന ഒരു കാലത്ത് എനിക്ക് ഞാൻ കാണാത്ത ആഫ്രിക്കയിലെ ഒരാളെ കുറിച്ച് സ്നേഹം ഉണ്ടാകണം. എവിടെ നിന്നാ? അത് എൻ്റെ അപ്പന്റെ മകനും മകളും തന്നെയാണ് അവർ എന്ന ബോധ്യം ഉണ്ടാവുമ്പോഴാണ്. അവർ കൊലപാതകിയാണോ, ദൈവനിഷേധകരാണോ, അവർ ലോകത്തോട് അതിക്രമം കാട്ടുന്നവരാണോ എന്നതൊന്നും അവിടെ എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം സകല മനുഷ്യരും എവിടെ എവിടെ എങ്ങനെ ജീവിക്കുന്നുവോ സകല മനുഷ്യരും, അതിൽ പ്രധാനമായും പീഡിതരായ മനുഷ്യർ, അവരെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം ഉണ്ടാവും. അപ്പോഴാണ് എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം ഏൽക്കുവതിന്റെ പുറത്താകും. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ ഹൃദയം നൊന്തിയിടും. നമ്മുടെ ഉള്ളിൽ ഈ ലോകത്ത് വേദനിക്കുന്നവനെ കുറിച്ച് നോവുന്നതായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ നിഷേധിക്കാത്തതിന്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക. നമ്മൾ ആലോചിച്ച് നോക്കണം. ഉപവസിക്കുകയൊക്കെ ചെയ്യുമല്ലോ, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം പ്രത്യേകിച്ച് പന്തക്കോസ്തകളുടെ അടുത്ത് കുറെ ആളുകൾ വരദാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഈ 50 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ആളുകളുണ്ട്. ഞാൻ അവരെ നിഷേധിക്കുന്നല്ലോ കേട്ടോ. പക്ഷെ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ ഉപവസിച്ചത് ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത 40% ആളുകളെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ? അവരെന്റെ പട്ടിണിയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണോ? അവരെന്റെ പട്ടിണിക്ക് നിങ്ങൾ ആഹാരമായി മാറേണ്ടതാണെന്ന ബോധ്യത്തിൽ നിന്നാണോ? സ്നേഹത്തിന്റെ അർത്ഥം അങ്ങനെയല്ലേ വരേണ്ടത്? നമ്മൾ എന്താ വിചാരിക്കണേ? ദൈവം നമ്മെ പ്രീതിപ്പെടുന്ന പ്രസാദകരമായ ജീവിതം നയിക്കാൻ ഉപവസിച്ചാൽ കൊള്ളാൻ നമുക്ക് തോന്നലുണ്ടെങ്കിൽ അതൊരു മൗഢ്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് എന്താ മെച്ചം? നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്കെന്താ മെച്ചം? നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ദൗർഭാഗ്യങ്ങളും സങ്കടങ്ങളും ഓർത്തുകൊണ്ടാണെങ്കിൽ, അവരനുഭവിക്കുന്ന വേദന ഓർത്തുകൊണ്ടാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. നമ്മൾ വരദാനങ്ങൾ കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കില്ല. ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, വരദാനങ്ങൾ ഉള്ളതാണ്,
എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ ക്രിസ്തു ശിഷ്യനും ദൈവം നൽകിയിട്ടുള്ളതാണ്. ആയുധമില്ലാതെ ശിഷ്യത്വത്തിലേക്ക് ആരെയും വിളിക്കില്ല, ആരെയും ലോകത്ത് പണിക്ക് അയക്കില്ല. നമ്മൾ ഒരു പണിക്ക് അയക്കപ്പെട്ടവരാണ്. ആ പണിയാകട്ടെ മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് സകല മനുഷ്യരിലേക്കും ക്രിസ്തുവിനെ അനുഭവമാക്കി കൊടുക്കുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് 9 വരങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഏത് തരത്തിലാണ് പ്രകടമാകുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ മാത്രമേ വരദാനങ്ങളുടെ ധ്യാനത്തിൽ നമുക്ക് പകർന്നു തരാൻ പറ്റൂ. വരമില്ലാത്ത ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാവരിലും വരദാനങ്ങളുണ്ട്. പക്ഷേ എന്താണ് പണിയെന്നറിയാതെ ആയുധം കിട്ടിയിട്ട് എന്താ കാര്യം? ഉള്ളിയും കൊട്ടുപടിയൊക്കെ ഉണ്ട്. അത് മരപ്പണിക്കുള്ളതാണ്, നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹത്തിന്റെ അർത്ഥം തിരിച്ചറിയാനും ക്രിസ്തുവിൽ പുരോഗമിക്കാനും കഴിയണം. ആത്മഫലങ്ങളിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ മാത്രമേ, ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം ഉണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തു സ്നേഹത്തെ നമുക്ക് ലോകത്ത് വിളംബരം ചെയ്യാൻ പറ്റൂ. ഈ ലോകത്തിന് ക്രിസ്തു സ്നേഹം അനുഭവപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു ക്രിസ്തുവായി മാറേണ്ടതുണ്ട്. ഓരോരുവനിലും വസിക്കുന്ന ക്രിസ്തുവിനെ സ്വയം തിരിച്ചറിയാനും ദൈവം നമ്പിലെന്ന ബോധ്യത്തിൽ, അഭിഷേകത്തിൽ, അതാണ് അഭിഷേകം. അഭിഷേകം മേലെ നിറങ്ങി വരുന്നതല്ല. നിങ്ങൾ സ്തുതിക്കുമ്പോൾ ഒരു കുളിരായിട്ട് വരുന്നു, അത് അഭിഷേകമല്ല. അത് നിങ്ങളുടെ തോന്നലാണ്, ശാരീരികമായൊരു പ്രവണതയാണ്. നിങ്ങളുടെ ബുദ്ധിയൊക്കെ ഏകാഗ്രതയിലാകുമ്പോൾ, നമ്മുടെ ഡോപ്പോമിനൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് ബയോളജിക്കലായിട്ട് മാത്രമാണ് ചിന്തിക്കണമെങ്കിൽ ഡോപ്പോമിൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു എന്നാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി തിരിച്ചറിയണമെങ്കിൽ സ്നേഹാധിഷ്ഠിതമായ ജീവിതത്തിൽ അങ്ങനെ പുരോഗമിക്കാൻ കഴിയുമെന്ന് ആലോചിക്കണം. കൊളോസ്യർ ലേഖനത്തിൽ 3:14 പറയുന്നുണ്ട്, സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മിസ്റ്റർ മാക്സിമിലിയൻ കോൾബെ ഓർക്കുന്നുണ്ടോ? നാസി തടങ്കൽ പാളയത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിച്ച, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് പകരമായി നിൽക്കാൻ, മരണത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച ഒരാൾ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കുടുംബത്തിന് വേണ്ടി, അവരെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി, അവരുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ഹോമിക്കാൻ മനസ്സ് കാണിച്ച ഒരാൾ. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് കാണാമല്ലോ, സ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവിതത്തെ അർപ്പിക്കുന്ന ആളുകൾ. അത് ഹൃദയപരമായ ഒരു അർപ്പണമായി മാറുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകത്തോട് ക്രിസ്തുവിന്റെ പാഠം വീണ്ടും ജ്വലിക്കുന്നതായി മാറും. 1 തെസ്സലോനിക്കർ 4:10 പറയും, നിങ്ങൾ സ്നേഹത്തിന് ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. എങ്ങനെയാണ് അഭിവൃദ്ധിപ്പെടേണ്ടത്? പരസ്നേഹത്തിൽ ഊന്നിക്കൊണ്ടാണ്, അവരനു വേണ്ടി ജീവിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. എങ്ങനെയാണ് നിഷ്കളങ്കത? റോമാലേഖനം 12:9 അത് പറയുന്നുണ്ട്. തിന്മയെ ദ്വേഷിച്ചുകൊണ്ട് നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. പ്രത്യേകിച്ചൊരു താല്പര്യവുമില്ലാതായിരിക്കണം. ഒന്നും നേട്ടമില്ലാതായിരിക്കണം. നമുക്ക് നമ്മുടെ ജീവിത ചുറ്റുവട്ടത്ത് അനേകരെ അങ്ങനെ കാണാൻ പറ്റും. ഞാൻ കണ്ടുമുട്ടിയ അനേകം മുഖങ്ങളിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുന്ന ആളുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ പ്രവർത്തിക്കുന്നത് ഈ ആത്മപ്രേരണയിലാണെന്ന് പോലും അവർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊരു വലിയ പുണ്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ആര് വേദനിക്കുമ്പോഴും അത് സഹിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, ആർക്കു വേണ്ടിയും കയ്യിലൊന്നും കൊടുക്കാനില്ലാതെ, പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ തന്നെ മറ്റുള്ള ജീവിതത്തിനകത്ത് ഒരു താങ്ങാകാൻ, കണ്ണീര് തുടയ്ക്കുന്ന ഒരു വിരലായി മാറാൻ, ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം നഷ്ടപ്പെടുത്തുന്നയാള്. എനിക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനെ അറിയാം. ഇതുവരെ ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ മറ്റുള്ളവരോട് അയാളെക്കുറിച്ച് പറയാറുണ്ട്. ആളുകളൊക്കെ കാണുമ്പോൾ ഒത്തിരി ബലഹീനതകളും കുറവും പോരായ്മയൊക്കെ ഉള്ള ഒരാളാണ്. ലോകം അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ അറിവോ കഴിവോ ഒന്നും ഇല്ലാത്തയാൾ. കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല. ദൈവവചനമൊക്കെ തന്നെ വായിക്കുന്നത് ആദ്യമൊക്കെ തപ്പി നിറഞ്ഞു വരും. ഒരിക്കൽ ആത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു ധ്യാനത്തിൽ അത്ഭുതകരമായി വചനം വായിക്കുന്നത് കേൾക്കാനിടയായി. ഭാഷകളൊന്നും കാര്യമായിട്ട് പിടിയില്ല, ആരും കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. ഒരു സഹായി എന്ന നിലയ്ക്കാണ് എല്ലാവരും അദ്ദേഹത്തെ കരുതുന്നത്. സേവർ ജോസഫ് എന്നാണ് ശരിക്കും പേര്. ഞങ്ങളൊക്കെ ജോന്ന് വിളിക്കുന്ന, നാട്ടുകാരൊക്കെ ജോന്ന് വിളിക്കുന്ന. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, അവന്റെ വേർപാടൊന്നും താങ്ങാൻ നാട്ടുകാർക്ക് കഴിയില്ല. ആർക്കെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾക്കല്ല കേട്ടോ, നാട്ടിൽ ഒരാൾക്കും കഴിയില്ല. അവനെ കണ്ടുമുട്ടിയ ഒരാൾക്കും അത് സഹിക്കാൻ പറ്റില്ല.
ആരുടെ കണ്ണീര് കണ്ടാലും അലിയുന്ന ഹൃദയം. പലപ്പോഴും ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമുക്ക് തന്നെ കഴിയാത്ത കാര്യങ്ങൾ എവിടെ ആർക്ക് ആവശ്യമുണ്ടോ അവിടെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു പേരാണ് ജോ. എന്തെങ്കിലും കാര്യമൊക്കെ പറയണമെങ്കിൽ ജോയോട് വിളിച്ച് പറഞ്ഞാൽ കൃത്യമായി അതിന്റെ പുറകെ നടന്നു. ആ പ്രവൃത്തി ചെയ്തു തീരുന്നവരെ പിന്നെ സമാധാനമില്ല. ഈ അടുത്ത് അദ്ദേഹത്തിനൊരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ അവർ മരിച്ചു. അപ്പൊ ഡോക്ടർ മരിച്ചപ്പോ ഇദ്ദേഹം അവിടെ ചെന്ന് അദ്ദേഹം അപ്പൊ അമ്മയാണ് പോകേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ വരാൻ പറ്റില്ല, അമ്മയ്ക്ക് വയ്യല്ലോ, അതുകൊണ്ട് ഞാനാണ് പോയത്. ഞാൻ പിന്നെ അമ്മയുടെ ചെരുപ്പ് വിട്ടുപോയി. നമുക്ക് തോന്നുമ്പോ വളരെ നിഷ്കളങ്കമായ ഒരു കാര്യമാണ് ഈ പറയണത്. അമ്മയുടെ ചെരുപ്പിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അമ്മയുടെ ചെരുപ്പിട്ടാ പോയത്. എന്നിട്ട് അവിടെ ചെന്ന് സംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞത്രേ, ഈ മരിച്ച ആത്മാവിനോട്, അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, ചെരുപ്പിട്ടാണ് വന്നത്, അമ്മയ്ക്ക് പകരമായിട്ട് എന്നെ കാണണം. ഒരാളെയും കരുതാതെ വിടുന്നില്ലെന്നായി പറഞ്ഞ്. വീട്ടിലിരിക്കുന്ന അമ്മയെയും വിട്ടിട്ടില്ല, കൂടെ കൊണ്ടുവരിക. പലപ്പോഴും ധ്യാനത്തിനൊക്കെ വരുമ്പോ അമ്മയുടെ ഒരു സാരിയും കൊണ്ട് അവര്, എന്നിട്ട് ഈ സാരി പുതച്ച് കിടക്കുമ്പോൾ ഞങ്ങൾ കളിയാക്കും, നിനക്ക് നാണമില്ല, എപ്പോഴും ഈ കുട്ടിത്തം മാറിയില്ലേ എന്ന് ചോദിക്കും. ഓർമ്മകളെ ഒന്നും വിടാത്ത ഒരാളാണ്. അപ്പൊ അവിടെ ചെന്ന് സംസ്കാര ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് അവരുടെയൊക്കെ കൂടെ നിന്ന് ഈ കബറിടത്തിൽ അവസാനം മാർബിൾ സ്ലാബ് വെച്ച് പൂവൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. എല്ലാത്തിനും ഞാൻ കൂടെ അവിടെ അവസാനം വരെ നിന്നു. നമുക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് ചോദിച്ചു. ഏട്ടാ അവര് ഞാൻ ചോദിച്ചു, നീ എങ്ങനെ രാത്രി തിരികെ പോന്നു? അത് അവരെന്നെ കാറിന് കൊണ്ടുവന്ന് വിടാന്നൊക്കെ പറഞ്ഞു. അവർ ചോദിച്ചത്രേ, ഈ ഡോക്ടറെ എങ്ങനെ അറിയും? എൻ്റെ ചികിത്സിച്ച ഒരാളാണ്. നിങ്ങൾ ഓർത്തു നോക്കണം, നമ്മളെ സ്നേഹിതരോ പരിചയമുള്ളവരൊക്കെയോ മരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കൊക്കെ പോകും. നമ്മൾ ആ ശുശ്രൂഷ കഴിയുമ്പോൾ പോരും. പിന്നെ അവർ ഓർമ്മയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുനടന്നേക്കും. പക്ഷേ ആ വീട്ടിലെ മക്കൾക്കും ബന്ധുക്കൾക്കും ഒരു സംശയം, ഇവൻ അവരുടെ ആരാണ്? ഇത് പറഞ്ഞപ്പോ താനങ്ങനെ ചെയ്തൊരു മഹത്തായ കാര്യമാണെന്ന് ഉദ്ദേശിച്ചിട്ടല്ല പറയണേ. അവർക്ക് സംശയം തോന്നി, ബ്രദറെ ഞാൻ ആരാണെന്ന് എന്ന് പറയാം. ഞാൻ ആരുമല്ല, ഞാനിങ്ങനെ എൻ്റെ അമ്മയെ ചികിത്സിച്ചിരുന്നു ഈ ഡോക്ടർ എന്ന് അവസാനം പറയാണ്. അവർക്ക് അത്ഭുതമായി പോയി. അതുകൊണ്ട് അവർ ചോദിക്കുകയാണ്, വണ്ടി കൊണ്ടുവന്ന് വിടട്ടെ? അല്ല, ഞാൻ ബസ്സിന് പോയി കൊള്ളാന്ന് പറഞ്ഞ് പോകുന്നു. ഇതൊരു കാര്യത്തിലല്ല കേട്ടോ. എവിടെ ഒരു അപകടം കണ്ടാലും, നമ്മൾ തിരക്കിട്ടൊരു യാത്രയിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. വഴിയുടെ അപകടമൊക്കെ കണ്ടാൽ നമുക്ക് അതിന്റെ പുറകെ തൂങ്ങാൻ പറ്റുമോ? നമ്മളൊരു ദൗത്യത്തിന് പോകണമെന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. പക്ഷെ ഈ മനുഷ്യന് ഈ സ്ഥലകാല ബോധമില്ല. നേരെ അവിടെ ചാടിയിറങ്ങും. ഒരിക്കൽ അങ്ങനെ ഒരു ആക്സിഡന്റിൽ പെട്ട ഒരാളെ എടുക്കുമ്പോൾ തിരികെ വന്നിട്ട് ഭയങ്കര വിഷമിച്ച് പറയാണ്, തലച്ചോറ് കയ്യിൽ പറ്റി. ഉള്ള കാര്യം ഞാൻ പറയാട്ടോ, നിർവ്യാജമായിട്ട് പറയണം, എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. ഒന്നാമത് നമ്മുടെ കൈക്കാരും തളർന്നു പോകും. ഇനി ആത്മബലം കൊണ്ട് നമുക്ക് എടുക്കാന്ന് വിചാരിച്ചാലും നമുക്ക് അതങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഒരു വിഷമവും ഇല്ലാതെ. ജീവിതത്തിന്റെ സാധാരണത്വത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് സ്നേഹമായിട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയണേ. ഒരിക്കലും ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ, ഒരു വീട്ടിലൊരു കാര്യത്തിന് പോകുമ്പോൾ അടുത്ത വീട്ടിലൊരു ചേച്ചി വിളിച്ച് പറയാണ്, ഭർത്താവ് ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് പരിക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്, എഴുന്നേക്കാൻ വയ്യ, തളർന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കുളിപ്പിക്കാനായിട്ട് വീൽ ചെയറിൽ എടുക്കണം, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. വേഗം കറിച്ച് ഞാൻ സഹായിക്കാൻ പോകും. ആര് വിളിച്ചാലും റെഡിയാ, അല്ലാതെ ഇന്ന ആളെന്നൊന്നുമില്ല. ആരോടും ശത്രുതയില്ല, ഒരാളോടും ദേഷ്യമില്ല. എല്ലാ ബലഹീനതയും കുറവും പോരായ്മയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് ആരോടും ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇയാളെ എടുത്ത് വീൽ ചെയർ ഇരുത്തിയെന്ന് മാത്രമല്ല, വരാൻ വൈകിയത് എന്താന്ന് ചോദിച്ചപ്പോ കാര്യം പറഞ്ഞതാ, അല്ലാതെ ഇതിങ്ങനെ ചെയ്തെന്ന് പറയാൻ വേണ്ടിയല്ല. അപ്പൊ നോക്കിയപ്പോ ഈ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ ആരുമില്ല. പിന്നെ അദ്ദേഹത്തെ കുളിപ്പിച്ചു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞത്, ഒരാളെ ഉദാഹരിക്കാൻ പറഞ്ഞത്, നിരവധിയായ സന്ദർഭങ്ങൾക്കകത്ത് ഇപ്രകാരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മറന്നു പോകുന്നതായി കണ്ടിട്ടുണ്ട്. ഒന്നുമല്ലാതായി പോകുന്ന ആള്.
ഒരു പേരിന് പോലും വിലമതിക്കപ്പെടാത്ത ആളുകൾ. ആപത്തിന്റെ വേളകളിൽ, മനുഷ്യർക്ക് ആവശ്യം നേരിടുന്ന സന്ദർഭങ്ങളിൽ അവനവനെ മറന്നുപോകുന്ന ആ കരുത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്നേഹം. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ സ്നേഹം ഉണ്ടാവും. ബന്ധുക്കളോട്, സഹോദരങ്ങളോട്, മക്കളോട്, പങ്കാളിയോടൊക്കെ സ്നേഹമുണ്ടെന്ന് നമ്മൾ പറയും. ആ സ്നേഹത്തിനകത്തൊക്കെ ഒരു കളങ്കമുണ്ട്, അത് തിരികെ കിട്ടുമെന്നുള്ളതാണ്. പരിശുദ്ധാത്മ സ്നേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ മാത്രമേ അപരോന്മുഖമായ ജീവിതം ഉണ്ടാകൂ. എല്ലാവരെയും ഒരേപോലെ കാണാൻ, സമസ്തത്തെയും കാണാൻ, പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ലോകത്തെ മുഴുവനെയും ദൈവത്തിന്റെ സൃഷ്ടിയായി കാണാൻ ഒരുവന് കരുത്ത് പകരുന്നത് അവന്റെ അകത്ത് പ്രവർത്തിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്നേഹം പ്രയോഗക്ഷമമാകുന്നില്ലെങ്കിൽ, ആത്മഫലങ്ങളിൽ വീണു പോകുന്നുവെങ്കിൽ വരദാനങ്ങൾ ഉണ്ടാകുന്നത് അപകടമായി മാറും. സ്വാർത്ഥത്തിനായി വരദാനങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറും. അങ്ങനെയാണ് ആൾദൈവ സ്വരൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട്, പ്രവൃത്തിയിൽ വരാത്തൊരു സ്നേഹം, അപരോന്മുഖമായ ജീവിതമുണ്ടാകാത്ത സ്നേഹം, കളങ്കരഹിതമായ സ്നേഹം നമുക്കുണ്ടോ? നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഊന്നി വേണം നമ്മുടെ ജീവിതം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇത് പ്രസംഗം കൊണ്ട് പറയാൻ എളുപ്പമാണ്, ജീവിതം കൊണ്ട് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുക. മറ്റുള്ളവർ നമ്മളെ എതിർക്കുമ്പോഴും, മറ്റുള്ളവർ നമ്മോട് എങ്ങനെയായിരിക്കുമ്പോഴും നാം നമ്മിൽ തന്നെ ആയിരിക്കാൻ, ക്രിസ്തുവിലായിരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് സ്നേഹം നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിയും. മറ്റൊരാളുടെ ജീവിതത്തിനകത്ത് നമുക്കുള്ള കടമ, അവരിനോട് നമുക്കുള്ള കടമ, ബാധ്യത, അത് ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ നമ്മെ പരിഗണിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. സകല മനുഷ്യരെയും അങ്ങനെ കാണാൻ, ഭാഷകളുടെയും രാജ്യങ്ങളുടെയും അതിരുകൾ ഭേദിക്കുന്ന ഒരു സ്നേഹപ്രവൃത്തിയായി നമുക്ക് മാറാൻ നമുക്ക് എത്രത്തോളം കഴിയുമെന്നത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ നിരന്തരമായി അനുഭവിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ കുർബാന ഒരു കേവലം ചടങ്ങായി കാണുകയോ കുർബാന നമ്മെ രക്ഷിക്കുന്ന ഒരു ഇടം മാത്രമായി കരുതുകയോ ഒക്കെ ചെയ്യുന്ന പാർശ്വമായ അതിന്റെ വിവിധ ഫലങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ മാത്രം ഊന്നുന്നു. യഥാർത്ഥത്തിൽ ജീവിതം മുറിച്ചു വിളമ്പുക എന്ന പരമമായ ധർമ്മത്തെ നമ്മൾ വിട്ടുകളയുന്നു. കുർബാനയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ആത്മാവിന്റെ ഫലമാണ്. അവരന് വേണ്ടി സ്വയം മുറിക്കപ്പെടാൻ കെൽപ്പുള്ളവരായിട്ട് മാറുക. നമുക്കൊക്കെ പരിമിതിയുണ്ട്, എനിക്കും നിങ്ങൾക്കും പരിമിതിയുണ്ട്. ഈ പരിമിതികൾക്കകത്ത് നമ്മിലുള്ള ദൈവാത്മാവ് ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാകണം പന്തക്കൊസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നാളുകൾ. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നിങ്ങനെയുള്ള 12 ഫലങ്ങൾ നമ്മുടെ ജീവിത പ്രയോഗ വഴിയിൽ എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട്, എത്രത്തോളം നമുക്കത് അനുഭവപ്പെടുത്താൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മിലൂടെ ഈ ഫലങ്ങൾ എത്രത്തോളം പ്രകടമാകുന്നുണ്ട്, മറ്റുള്ളവർക്ക് അനുഭവമാകുന്നുണ്ട് എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അത് വെച്ചാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എന്നോടൊന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ. നിശ്ചയമായും ഞാനും നിങ്ങളും നിരന്തരമായി പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടവരാണ്. എത്രത്തോളം നമുക്കത് കഴിയുന്നുണ്ട്? നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്തുക വഴി മാത്രമേ ക്രിസ്തു സ്നേഹത്തെ ലോകത്ത് അടയാളപ്പെടുത്താൻ പറ്റൂ. ആ സ്നേഹം അടയാളപ്പെടുത്തപ്പെടുമ്പോഴാണ് അവരനെ ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുക, അവരനെ സഹോദരനായിട്ട് കാണാൻ കഴിയുക, മൈത്രിയിലേക്ക് നമുക്ക് വരാൻ കഴിയുക. ആ മൈത്രിയിൽ ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണാൻ നമ്മുടെ മനസ്സുണരുമ്പോഴാണ് ആത്മാവിന്റെ പ്രകാശം യഥാർത്ഥത്തിൽ നമുക്ക് പ്രോജ്വലിപ്പിക്കാനും ആത്മാവിന്റെ പ്രകാശത്തിൽ ലോകത്തെ കാണാനും നമുക്ക് കഴിയും. നമുക്ക് പലപ്പോഴും ലോകത്തെ കുറവുകളും പോരായ്മകളും പരിമിതികളുള്ള ഇടങ്ങളായിട്ട് മാത്രം കാണാൻ കഴിയുന്നു. വാസ്തവത്തിൽ നാം സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടുക എന്നതിനർത്ഥം ആത്മഫലങ്ങൾ നമ്മിൽ പ്രോജ്വലിക്കുക എന്നാണ്. പരിശുദ്ധാത്മ ഫലമായ സ്നേഹം നമ്മിൽ പ്രകടമാകുക എന്നതാണ്. ആ സ്നേഹത്തിന് പരിധിയും പരിമിതിയുമില്ല. അത് കാലദേശങ്ങളെ അതിജീവിക്കുന്ന ഒന്നായിട്ട് മാറണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാം തിരുവചനം പറയുന്നത് സ്നേഹം എല്ലാറ്റിനെയും അതിജീവിക്കുന്നു. വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ് പ്രധാനപ്പെട്ട ദൈവിക പുണ്യങ്ങൾ. ആ ദൈവിക പുണ്യങ്ങളിൽ സ്നേഹത്തിൽ അടിയുറയ്ക്കാൻ കഴിയണം. ആ സ്നേഹമാണ് സമാധാനം നൽകുക. ആ സ്നേഹം ഉണ്ടാവുമ്പോൾ സമാധാനം ഉണ്ടാവും. സമാധാനക്കേട് തന്നെ എപ്പോഴാണ്? നമുക്ക് എതിരാളി ഉണ്ടാവും. ഈ ലോകം എന്തെങ്കിലും പ്രതികൂലമായി മാറുമ്പോഴാണ്. നാം ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ്. തർക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഒരു തർക്കത്തിലും പങ്കുചേരാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതുകൊണ്ട്, തർക്കിക്കാനല്ല, നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്.
ഒരാളോടും വിദ്വേഷമില്ല. വിദ്വേഷം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം തർക്കിച്ച് ജയിച്ചാൽ എത്രത്തോളം ജയിക്കാൻ പറ്റും? തർക്കത്തിൽ നമുക്ക് ജയിക്കാം, മറ്റേയാൾ എതിരാളിയായി പോകും. ഒരാൾ പറയുന്ന വാക്കിന് വായെടുപ്പിക്കുന്ന മറുപടി പറയാം, തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത മറുപടി പറയാം. നീ ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് തിരിച്ചു ചോദിക്കാം. തർക്കം ഉണ്ടാവും. തർക്കം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? മറ്റേയാൾ നഷ്ടപ്പെടും. ജയിക്കാൻ കഴിയും, കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്കായി പോകും ജയം. ഒറ്റയ്ക്കായി പോകുന്ന ജയം ഒരു പരാജയമാണ്. അതുകൊണ്ടാണ് ഒരു യുദ്ധവിജയവും വിജയമല്ല. ഏത് യുദ്ധവും പരാജയത്തിലാണ്. വിജയിക്കുന്നവരൊക്കെ പരാജിതരാണ്. ഒരു പരാജിതൻ വിജയിയുമാണ്. നെപ്പോളിയൻ അത് പറയുന്നുണ്ട്. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ഓടിയ നെപ്പോളിയൻ അവസാനം പറയുന്നു, ഞാൻ വിജയിയാണെന്നാണ് ധരിച്ചത്, എന്നാൽ ഞാൻ തിരിച്ചറിയുന്നു ഒരു പരാജിതനാണ് ലോകത്തെ ജയിച്ചത്. ആ പരാജിതനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവൂ. അതുകൊണ്ട് സ്നേഹം സമാധാനം നൽകും. നമുക്കൊക്കെ നമ്മൾ ജയിക്കണമെന്നാണല്ലോ. നമുക്കൊരിക്കലും തോക്കാതിരിക്കാൻ പറ്റിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്കൊരിക്കലും പരാജയം ഉണ്ടാവില്ല. ഒരു ടിപ്പ് പറഞ്ഞുതരാം. അവരും ജയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മതി. ഒരു തർക്കത്തിനും പിന്നെ പരാജയമില്ല. അവരും ജയിക്കണം, അവരും ജയിക്കട്ടെ എന്നാണ് ഹൃദയമെങ്കിലോ. അവരൊരു നന്മയുണ്ടാകട്ടെ, അവരൻ വളരട്ടെ, അവരൻ നിലനിൽക്കട്ടെ, അവരന് വളമാകട്ടെ എന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാൾക്കെതിരെ ഉണ്ടാവുന്ന ഒരു അധിക്ഷേപവും മാരകമായ മുറിവേൽപ്പിക്കില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിനകത്ത് ഈ ആത്മഫലങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയണം. പ്രത്യേകിച്ചും പന്തക്കുസ്തയ്ക്കായി ഒരുങ്ങുമ്പോൾ പുറമേ നിന്നൊരു ആത്മാവ് വരുന്നതിനെ കുറിച്ചുള്ള ദാഹത്തിൽ കാത്തിരിക്കാതെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നു. മാമോദീസ വഴി, സ്ഥൈര്യലേപനം വഴി, അനുദിന ബലിയർപ്പണം വഴി, ജീവിതത്തിലെ കൗദാശിക സ്വീകരണങ്ങൾ വഴി അടയാളപ്പെടുത്തപ്പെട്ട നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ കഴിയണം. ആ ആത്മാവിൽ ജീവിതം എത്രത്തോളം പുരോഗമിക്കുന്നുവെന്ന് പരിശോധിക്കാൻ കഴിയണം. ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞതുപോലെ സത്യത്തിൽ സ്നേഹം, സത്യത്തിൽ സ്നേഹം ഒരാളെയും ഡീബാർ ചെയ്യില്ല, ഒരാളെയും താഴ്ത്തിക്കെട്ടില്ല. നമ്മുടെ കുടുംബാന്തരീക്ഷം പരിശോധിക്ക്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഈ വിഭജന യുക്തികളുണ്ട്. സ്ത്രീ അടുക്കളപ്പണി ചെയ്യണമെന്നും വീടടിച്ചു വാരണമെന്നും ഇതെല്ലാം അവളുടെ ഉത്തരവാദിത്വമാണെന്നും ഹൃദയത്തിൽ നമ്മൾ ധരിക്കുന്നു. നമുക്ക് സ്നേഹമുള്ള ഒരാൾ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പാട് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റൂ. ഞാൻ അവസാനമായി ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ആശ്രമത്തിൽ വിശന്നു വലഞ്ഞ് വഴിയെ നടന്നു പോയ ഒരു സന്യാസി കയറി ചെന്നു. ആരും കയറി ചെല്ലാത്ത ഇടമാണ് ആശ്രമം. കുറെ നാളുകളായി ആരും വരുന്നില്ല. ഒരു സന്യാസിയെ അങ്ങനെ കിട്ടിയത് കൊണ്ട് അത് വലിയ അഭിമാനബോധത്തോടെ അവിടെ ഉണ്ടായിരുന്ന ആശ്രമത്തിലെ അന്തേവാസികളായ സന്യാസിമാർ അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്തു. വിശന്ന് വലഞ്ഞ് നടന്നലഞ്ഞു വന്ന സന്യാസിക്ക് വലിയ സന്തോഷമായി. വിശ്രമിക്കാൻ സ്ഥലം കൊടുത്തു, വിശ്രമിച്ചു, വലിയ സന്തോഷമായി. അപ്പൊ തിരികെ പോകുമ്പോൾ ഒരു അനുഗ്രഹം കിട്ടണം, ഒരു ഉപദേശം കിട്ടണം എന്നൊരു ആഗ്രഹം ഈ സന്യാസിമാർക്ക് ഉണ്ടായി. അങ്ങനെ സന്യാസിമാർ അതിഥിയായ സന്യാസിയോട് പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും ഉപദേശിക്കണം. സന്യാസി കുറച്ചു നേരം എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്, നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. ഇത് പറഞ്ഞിട്ട് സന്യാസി തിരികെ പോയി. ശിഷ്യന്മാരുടെ അകത്ത് ഈ വാക്ക് മുഴങ്ങാൻ തുടങ്ങി, നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്, നിങ്ങളൊരാൾ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് സന്യാസി പോയ ആ നിമിഷം മുതൽ ഈ സന്യാസിമാർ പരസ്പരം നോക്കാൻ തുടങ്ങി. ആരാണ് ആ ക്രിസ്തു? ഓരോരുത്തരിലേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സന്യാസി മുറ്റം അടിക്കുന്നു. കണ്ടു നിന്ന സന്യാസിക്ക് വലിയ വിഷമായി പോയി. കാരണം ക്രിസ്തു മുറ്റം അടിക്കുന്നു. സന്യാസി ഓടിച്ചെന്നിട്ട് ചൂരി ചോദിച്ചു, ഞാൻ അടിക്കാം. അടിച്ചുകൊണ്ടുവന്ന സന്യാസി നോക്കിയപ്പോൾ ഒരാൾ വന്നേക്കാണ് മുറ്റം അടിക്കാൻ വേണ്ടി. ആരാണ്? ക്രിസ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, ഞാൻ അടിച്ചോളാം. മുറുമുറുപ്പും തർക്കവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയില്ലേ? മുറുമുറുപ്പും തർക്കവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈ മുറുമുറുപ്പും തർക്കവും തീരുന്ന അവിടെയാ. മറ്റേയാൾ ക്രിസ്തുവാണ്. അങ്ങനെ ആ സന്യാസാശ്രമത്തിലുള്ള ആളുകൾ പരസ്പരം സ്നേഹത്തിൽ മത്സരിക്കാൻ തുടങ്ങി. നമ്മുടെ മത്സരം വിട്ടിട്ട് സ്നേഹത്തിൽ മത്സരിക്കാൻ തുടങ്ങി. അവരെ ക്രിസ്തുവായി കാണാൻ തുടങ്ങി. വളരെ നാളുകളായി ശുശ്രൂഷകളൊക്കെ തീർന്നു പോയിരുന്ന, ശുശ്രൂഷകളൊക്കെ വറ്റിപ്പോയിരുന്ന, ഒരു ഗുണവും ചെയ്യാതിരുന്ന ആ ആശ്രമത്തിനകത്തേക്ക് ആളുകൾ വീണ്ടും വരാൻ തുടങ്ങി. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ അവരിൽ കാണുന്നു. അവരിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ മാത്രമേ
നമുക്ക് ഈ പുരോഗമിച്ച ഒരു ജീവിതം ഉണ്ടാകൂ, സ്നേഹത്തിലുള്ള ജീവിതം ഉണ്ടാകൂ, ആത്മാവിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകൂ. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിനകത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ഇങ്ങനെ വിഭജിതമായ യുക്തികൾക്കകത്താണ് ജീവിക്കുന്നത്. സ്നേഹം എന്നതിനെ ഒരു അടിമത്തമായി പരിഗണിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തിന് യഥാർത്ഥമർത്ഥം അറിയാത്ത സ്ത്രീകൾ ഇങ്ങനെ തരംതാണവരാണെന്നും അവരിതൊക്കെ ചെയ്യേണ്ടവരാണെന്നും ബോധമുള്ള കുടുംബനാഥന്മാർ, അങ്ങനെയാണ് പറയാ, കുടുംബനാഥൻ. അങ്ങനെ ഒരു കുടുംബനാഥനുള്ള വീട് നാഥനില്ലാത്ത വീടായിരിക്കും. കുടുംബനാഥനായ ക്രിസ്തു ഉണ്ടാകണം. കുടുംബനാഥനായ ക്രിസ്തു ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ളവരൊക്കെ സമഭാവനയുള്ളവരായി മാറും. അതുകൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ നമുക്ക് കഴിയും. വീട്ടിൽ ആണുങ്ങള് അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. ഞാൻ അടുക്കള കയറാറുണ്ടെന്ന് പറയുന്ന ആളുകൾ നിങ്ങളിലും ഉണ്ടാവും. ഞാനും അടുക്കള കയറാറുണ്ട്. പക്ഷെ അടുക്കളയിൽ ആണ് കയറിയാൽ കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെ എല്ലാ പാത്രവും എടുത്ത് ഉപയോഗിക്കും, മറ്റെല്ലാം കൊണ്ട് സിങ്കിക്കൊണ്ടിടും. ഒരു ദിവസം ഭക്ഷണം പാചകം ചെയ്യാൻ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ അന്ന് ജീവിത പങ്കാളി ഈ പാത്രം കഴുകി ചെയ്യേണ്ടി വരും. അദ്ദേഹം ബിരിയാണിയും കോഴിക്കറിയും മാത്രം വെക്കും, എല്ലാം വെക്കില്ല. ചില സ്പെഷ്യൽ കാര്യങ്ങൾ മാത്രമേ ചെയ്യും. ദൈനംദിനം ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊരാൾക്ക് വിഭജിച്ചു കൊടുക്കേണ്ടതല്ലെന്നും അടുക്കള എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമില്ലെന്നും ജീവിതത്തിൽ സ്നേഹ സാമ്രാജ്യമാണുള്ളതെന്നും ബോധ്യം ഉണ്ടാവുമ്പോൾ പരസ്പരം താങ്ങുന്ന അനുഭവം ഉണ്ടാവും. ഇപ്പൊ കാര്യങ്ങൾ ചെയ്യാൻ മത്സരം ഉണ്ടാവും. നീ ഇങ്ങനെ ചെയ്യണം, ഇത് നിന്റെ പണിയാണ് എന്ന് പറയുന്നിടത്ത് എവിടെയും ഈ അപരൻ തരം താഴ്ത്തപ്പെടും. അതുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. വചനം പറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും അങ്ങനെ കരുതാൻ തുടങ്ങിയാൽ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാൻ പറ്റും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മെ എതിർക്കുന്നവരെയും ദ്വേഷിക്കുന്നവരെയും നമുക്കെതിരായവരെയും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല സ്നേഹത്തിന്റെ സാമ്രാജ്യം സ്ഥാപിതമാകുക. ദൈവരാജ്യം സ്ഥാപിതമായത് ഒരുവന്റെ മരണത്തിലാണ്, സ്വയനിഷേധത്തിലാണ്. കുരിശിൽ മരിച്ചുകൊണ്ട് ക്രിസ്തു കാട്ടിത്തന്നൊരു മാർഗം നമ്മുടെ ജീവിതത്തിന് വിളക്കായി മാറുമെങ്കിൽ, സങ്കീർത്തകൻ പറയുന്നത് പോലെ വചനം നിനക്ക് പാതയിൽ പ്രകാശവും പാദത്തിന് വിളക്കുമായിട്ട് മാറും. പോകുന്നിടങ്ങളിലൊക്കെ ക്രിസ്തു ഒരു വഴിയായി തുറക്കപ്പെടും. നമുക്കെതിരായവരും നമ്മെ തള്ളിക്കളയുന്നവരും ഹൃദയത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാനിടയാവും. അവരുടെ അകമയുള്ള ക്രിസ്തുവിനെ അവരനുഭവിക്കുമ്പോൾ അവരും പ്രകാശത്തിലാകും. ലോകം പ്രകാശത്തിലാകാൻ നമുക്ക് ആത്മാവിൽ ഫലങ്ങളുള്ളവരായി ജീവിക്കാൻ കഴിയണം. പരിശുദ്ധാത്മ ഫലങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ, പ്രകാശിപ്പിക്കുന്നതിൽ വന്നു പോകുന്ന വീഴ്ചകളെക്കുറിച്ച് ഹൃദയപൂർവ്വം നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അവനവനെ പരിശോധിക്കാനും ആത്മനിഷ്ഠമായി അവനവനെ തിരിച്ചറിയാനും ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ പന്തക്കുസ്തയിലേക്ക് അടുക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ഓരോ ഫലങ്ങളെയും ഒന്നൊന്നായി എടുത്ത് പരിശോധിച്ച് എന്റെ ജീവിതത്തിൽ ഈ ഫലം പ്രകാശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അനുതാപപൂർണം ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്ക് കഴിയണം. വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. ദൈവം എപ്പോഴും തുണയും സഹായവും സ്നേഹാനുഭവമായി കൂടെ ഉണ്ടാകട്ടെ. മറ്റുള്ളവർ സ്നേഹിക്കുമ്പോഴല്ല, നിങ്ങളിൽ നിന്ന് സ്നേഹം ജീവജലത്തിന്റെ അരുവിയായി ലോകത്തേക്ക് ഒഴുകുമ്പോഴാണ് ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാൻ കഴിയുക. ദൈവാനുഗ്രഹങ്ങൾ ഏവർക്കും നേരുന്നു. ആത്മഫലങ്ങളാൽ നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.